ഒഡീഷയിലെ മുൻ മുഖ്യമന്ത്രി BJDയുടെ നേതാവാണ്. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതായത് BJPയുമായിട്ടുള്ള ഒരു ബന്ധം തൽക്കാലമായിട്ട് അവസാനിപ്പിക്കുന്നു. നവീൻ പട്നായിക് അദ്ദേഹം പിന്നെ അതായത് BJPയുമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. 2014 മുതൽ രാജ്യസഭയിൽ ഈ പട്നായിക്കിന്റെ രാജ്യസഭാ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ BJPക്കായിരുന്നു. BJPക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളായ പലതും, മുത്തലാഖ് ബില്ല് അതുപോലുള്ള പല ബില്ലുകളും പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഒഡീഷയിലെ BJD MPമാരുടെയും കൂടെ രാജ്യസഭയിൽ കിട്ടിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ്. അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, നമ്മുടെ പിന്നെ YSR കോൺഗ്രസിന്റെ പിന്തുണയും രാജ്യസഭയിൽ BJPക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ NDA സഖ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇപ്പം മാറി നിൽക്കുകയാണ്. YSR കോൺഗ്രസ് ഇതുവരെ പിന്തുണ പിൻവലിച്ചായിട്ട് പറഞ്ഞിട്ടില്ല രാജ്യസഭയിൽ. പക്ഷേ ഒഡീഷയിൽ അദ്ദേഹം പിന്തുണ പിൻവലിക്കുന്നു. 9 MPമാർ ഇനി സ്വതന്ത്രമായിട്ട് നിൽക്കണം. എന്നിട്ട് അവർ ഒരു യോഗം കൂടി, പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള യോഗം കൂടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ പറഞ്ഞതാണ്, എല്ലാ വിഷയങ്ങളിലും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം എടുത്തു കാട്ടും. സംസ്ഥാനത്തിന്റെ വികസനവും ഒഡീഷയിലെ ജനങ്ങളുടെ ക്ഷേമവും സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും BJD MPമാർ ഉന്നയിക്കും. പല ന്യായമായ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പാർലമെന്റിൽ ഒഡീഷയിലെ 4.5 കോടി ജനങ്ങളുടെ ശബ്ദമാകും എന്നാണ് ഇപ്പോൾ നവീൻ പട്നായിക് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ അത് രാജ്യസഭയിൽ BJPക്ക് അത് വലിയൊരു ക്ഷീണമാവില്ലേ? അല്ല, ക്ഷീണമാവും. പൊതുവെ ഇപ്പൊ ചെറിയ ക്ഷീണം ഉണ്ടല്ലോ BJP. RSSനല്ല, BJPക്ക് കുറച്ച് ക്ഷീണമുണ്ട്. കാരണം വെച്ചാൽ ലോക്സഭയിൽ ഈ പറഞ്ഞ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമല്ലല്ലോ. അല്ല, രാജ്യസഭയിൽ ഏകദേശം ഉള്ളതാണ് ഇപ്പോഴും. അത് പലപ്പോഴും രാജ്യസഭയിൽ ഒപ്പിച്ചുകൊണ്ടിരുന്ന ഇവരെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഇവര് അങ്ങോട്ട് മാറുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് ശക്തി കൂടും. BJPക്ക് അത് ചെറിയ ക്ഷീണമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ BJD എന്ന പാർട്ടി ഉണ്ടായത് വാജ്പേയി അഡ്വാനിയും കൂടി ഇയാളെ വാപ്പുണ്ടല്ലോ, നവീന്റെ വാപ്പ ബിജു പട്നായിക്കിനെ പിടിച്ചിളക്കി ജനതാദളിലും ചാടിച്ചു കൊണ്ടുവന്നാണ്. അപ്പം BJP വളർത്തിക്കൊണ്ട് ഇവിടെ ജനസേന ഉണ്ടല്ലോ നമ്മുടെ കല്യാണ്ടേ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സുശാന്തെ BDJS അതുപോലെ BJP ഉണ്ടായിക്കൊണ്ടുവന്നൊരു പാർട്ടിയാണ്. അപ്പം ആ സമയത്ത് BJPയും കോൺഗ്രസും ഈ പറയുന്ന ജനതാദളും തമ്മിലായിരുന്നു റീസെന്റ് മത്സരം. ആ കോൺഗ്രസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് BJP കൊണ്ടുവന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അവർ ആ സഹകരണ അടിസ്ഥാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഇവർ ഭരിക്കും, സംസ്ഥാനത്ത് ഇവർ ഭരിക്കും, ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നവീൻ്റെ അണ്ടറിൽ വലിയ ഡെവലപ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് തോൽപ്പിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഡൽഹി ആക്കി മാറ്റുന്ന ഷീലാ ദീക്ഷിത് വലിയ പങ്കുണ്ട്. പക്ഷെ അവരെ ഇലക്ഷനിൽ തോറ്റുപോയി. പിന്നെ 3ാമത്തെ തവണ അവർ തോറ്റുപോയി. അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഒരേ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇപ്പം നരേന്ദ്രമോദി തന്നെ 4 തവണയൊക്കെ മത്സരിക്കുമ്പോൾ ആളുകൾക്ക് മതിയാവും. കാരണം അതങ്ങനെ പ്രശ്നമുണ്ട് ആളുകൾ. അപ്പം ഇങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ടാണ് അവർ നിലനിന്നിരുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയം, അപ്പം അങ്ങനെ നിന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കോൺഗ്രസ് പതുക്കെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. BJPയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്പേസിലേക്ക് അവർ കടന്നു വരിക. കോൺഗ്രസിൻ്റെ സ്പേസിലേക്ക് കടന്നു വന്ന് പിന്നെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളിൻ്റെ സ്പേസിലേക്ക് കടന്നു വന്ന് ഭരണം പിടിക്കാന്നുള്ളത് അവരുടെ പ്ലാനും വളരെ കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു. അത് നടക്കുകയും ചെയ്തു. അതെ. മുമ്പൊക്കെ അവിടെ MLA ഒക്കെ ആയിരുന്നല്ലോ. MLA പിന്നെ മന്ത്രിയായിരുന്നു തോന്നുന്നു, മന്ത്രിയൊക്കെ ആയതാണ് അവിടെ സഖ്യകക്ഷിയിൽ. അപ്പം അതിനുശേഷം BJP അവരുടെ ഗ്രൗണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇവർ അതുപോലെ തന്നെ. എന്നാൽ ബിജു ജനതാദളിൽ ക്ഷീണിച്ചൊന്നുമില്ല. അവരുടെ ഗ്രൗണ്ട് സ്ട്രോങ് ആണ്. ഭരണം നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് വെച്ചാൽ ആ ഒരു പരസ്പര സഹകരണ സംഘം അതിൻ്റെ സാച്ചുറേഷൻ പോയിലെത്തിയാണ്. ഇനി അവർക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, പരസ്പരം മത്സരിച്ചുകൊണ്ട് പോകാൻ പറ്റും. പരാജയപ്പെട്ട അധികാരം നഷ്ടപ്പെട്ടു. BJP ഉദ്ദേശിച്ച പോയിന്റിൽ അവരെത്തി. അവരിപ്പോൾ താഴോട്ട് ഇറങ്ങി കൊടുക്കില്ലല്ലോ. ഇവര് ആന്റിസിപ്പേറ്റ് ചെയ്താണ്. എങ്കിൽ പോലും എല്ലാ കാലത്തും പ്രതിപക്ഷത്തിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കും. ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരുണ്ട് കൊണ്ട് മോഹൻലാൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അവർക്ക് ആ രീതിയിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല. മാത്രമല്ല ദേശീയ ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോൺഗ്രസിന് BJP എതിർക്കാൻ രണ്ടാമത് വരാൻ ശേഷിയില്ലാത്ത സ്ഥലങ്ങളിൽ അവരൊരു പ്രാദേശിക കക്ഷികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിജു ജനതാദളിന്റെ പിന്നിൽ അവരിനി അവരുടെ വെയിറ്റ് ഇടും. ബിജു ജനതാദളിനെ സംബന്ധിച്ച് ഇനി BJPനെ നമ്പാൻ പറ്റില്ല. BJPയെ സംബന്ധിച്ചിടത്ത് ഇയാളോട്ട് ആവശ്യമില്ല. അപ്പോൾ ഇപ്പം മാത്രമല്ല, ഇനിയിപ്പം ആ സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്ക് സഹായം നേടാൻ അവരല്ലല്ലോ ഇപ്പം ഭരിക്കുന്നത്, BJPക്കാർ തന്നെ ഭരിക്കുന്നത്. അത് അവർ നോക്കിക്കോളും.
അപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി സൈക്കോളജിക്കലി ഫ്രീ ആയി കഴിഞ്ഞു. ആ ഒരു BJP ബാന്ധവത്തിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞു. ഇനി അവർക്ക് അവരുടെ ആ പാർട്ടിക്ക് ഒരു ആയുസ് ഉള്ളത് ഇന്ത്യ സഖ്യത്തിലാണ്. അതുകൊണ്ടാണ് ഒരു നിലപാട് അവരങ്ങനെ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ നടക്കുന്ന നരേന്ദ്രമോദി വളരെ പേഴ്സണലായിട്ട് ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായി. ഇവർ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു, നവീനും നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വളരെ പേഴ്സണലായിട്ട്. അതാണ് ഈ പറയുന്ന തമിഴ്നാട്ടിലേക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ട്രഷറിയുടെ ആഭരണ പെട്ടിയുടെ മറ്റേ താക്കോല് കൊണ്ടുപോയി എന്നൊക്കെ നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ടായി. അപ്പോൾ അത് ഒരിക്കലും നവീൻ പ്രതീക്ഷിച്ചതല്ല. കാരണം ഇവരെ മേലെങ്കിൽ മച്ചാൻ ബന്ധം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പേഴ്സണലി ഒരു ഹർട്ട് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അത് ഈ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം നവീൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആ കാര്യം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നവീൻ്റെ സ്ഥാനത്ത് അദ്ദേഹം ഒരു പിൻഗാമിയായി കൊണ്ടുവരാൻ പാണ്ഡ്യൻ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. പാണ്ഡ്യന് ജനങ്ങളുടെ ആക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ IAS ഒക്കെ പ്രശ്നം അവർ ഈ ഫോർഡ് മോട്ടോഴ്സ് പോലെയാണ്, പെട്ടെന്ന് റിസൾട്ട് വേണം. ഭരണം നഷ്ടപ്പെട്ട അയാളെല്ലാം കൂടി മൊബൈൽ നഷ്ടപ്പെട്ടിട്ട് ഇനി ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി പോകാൻ വന്ന വീഡിയോ ഇട്ട് അയാൾ മുങ്ങി. ഇതാണ് ഇവരുടെയൊക്കെ ഒരു പ്രശ്നം. ഇപ്പോൾ ഫോർഡ് മോട്ടോഴ്സിൻ്റെ സ്ഥാനത്ത് അതേ സമയത്ത് തന്നെയാണ് ഈ ഹുണ്ടായി ഇന്ത്യയിൽ വന്നത്. ഹുണ്ടായിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രാജുവലി ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി വന്നിട്ട് പതുക്കെ ലാഭത്തിലായതാണ്. മാർക്കറ്റ് ഷെയർ കൂട്ടിക്കൊണ്ടിരുന്നത്. ഫോർഡ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തി. അവർക്ക് പെട്ടെന്ന് ലാഭം വേണം. അപ്പോൾ അമേരിക്കൻ വണ്ടികളുടെ സ്പെയർ പാർട്സിനൊക്കെ വലിയ വില ആയതുകൊണ്ട് ആളുകൾക്ക് വണ്ടി എടുക്കാൻ മടിയായി. മൈലേജൊക്കെ ഉണ്ട്, സ്പെയർ പാർട്സിന് എടുക്കാത്ത വിലയായിരുന്നു, സർവീസ് മോശമായിരുന്നു. പിന്നെ അവർ സ്പെയർ പാർട്സ് സർവീസൊക്കെ ശരിയാക്കി അവർ മാർക്കറ്റ് പിടിച്ചു വരുമ്പോൾ പെട്ടെന്ന് ലാഭം കിട്ടാത്തതുകൊണ്ട് കമ്പനി കൂട്ടിപ്പോയി. ഇതാണ് ഈ പറഞ്ഞ IAS പ്രശ്നം. ഈ പെട്ടെന്ന് അവർക്ക് ലാഭം വേണം. ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ സിവിൽ സർവീസ് എക്സാമിനേഷന് 5 വർഷം ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിനേഷൻ കിട്ടും എന്ന് കരുതുന്ന പോലെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ പരാജയങ്ങളുണ്ടാവും. അവിടേക്കാണ് ഇമ്രാൻഖാനെ കണ്ടുപിടിക്കേണ്ടത്. പാകിസ്ഥാനിൽ ഇത്രയും വലിയ ഐക്കണായിട്ട് ഇമ്രാൻഖാൻ ഫസ്റ്റ് ഇലക്ഷൻ ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. പക്ഷേ പിന്നെ അയാൾ ഇപ്പം പാകിസ്ഥാനിൽ ഒറ്റയ്ക്കുന്ന ഏറ്റവും ശക്തി ഇമ്രാൻഖാനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ അത് അവർക്ക് ഇന്റേണലി ഇതൊരു ക്ഷീണമായിട്ടുണ്ടാവും. കാരണം ഇയാളൊരു പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവരണം വിചാരിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അവിടെ പേഴ്സണലി. 2 RSS ഇതിലെന്ത് നിലപാടെടുത്തു എന്നുള്ള. കാരണം മോഡീനെ ഒന്ന് കയറിടാൻ RSS നമ്മൾ പണ്ട് വന്നപ്പോൾ ആളുകൾക്കൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ അനാലിസിസ് നടത്തി. ഇപ്പോൾ ആളുകൾക്ക് അതൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അതിങ്ങനെ കയറി വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊരു ഫീൽ സംഘത്തിനുള്ളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അധികം ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടാവുന്നൊരു വിഷയം. RSSന്റെ ബന്ധങ്ങൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയമല്ലല്ലോ, അതൊരു കൾച്ചറൽ സോഷ്യൽ. ബന്ധം ഈ ഒഡീഷയിലെ ബിജുവിനെ ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം RSS ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് നാളെ കണ്ടിട്ടോ അല്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ല. അവരെ സമയം കൾച്ചറൽ സോഷ്യൽ രാജ്യസഭയിൽ പിന്തുണ കുറയാണ് ചെയ്യാം. അപ്പം ഫർദർ ആയിട്ടൊരു ഡിമിനിഷിംഗ് ആയില്ലേ BJPയുടെ സ്റ്റാച്ചർ അവിടെ. അപ്പം ഇനി ഒരു പക്ഷേ സംഘത്തിന് നോട് കിട്ടിക്കഴിഞ്ഞാൽ സംഘത്തിന് ഇപ്പം BDJSന് വോട്ട് ചെയ്യുന്ന ആളുകൾ സംഘത്തിന് ആളുകളുണ്ട്, BJPക്ക് വോട്ട് ചെയ്യുന്നു. അവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത്. അതാണ് ആ സംഘടനയുടെ പ്രത്യേകത. ആ സംഘടന അറിയാത്തവരാണ് പുറത്തുനിന്ന് വലുത്. അപ്പം സംഘം ഇനിയിപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തോന്നും അറിയില്ല. ഏതായാലും തൽക്കാലം ഒന്നും BJPയെ ഭീകരമായി കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലേക്ക് YSR കോൺഗ്രസിന്റെ കൂടെ പിന്തുണ ഇതുപോലെ ഈ നവീന്റെ പട്നായകന്റെ ഫോളോ ചെയ്തുകൊണ്ട് YSR കോൺഗ്രസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാജ്യസഭയിൽ വല്ലാതൊരു YSR എന്ത് ചെയ്യും നമുക്ക് അറിയാൻ പറ്റും. അവന്റെ അജണ്ട വേറെ. അവനൊന്നും RSS ആയിട്ട് ബന്ധമൊന്നുമില്ല. അവൻ വേറെ കൺവേർഷൻ മാഫിയുടെ ആളാണ്. പക്ഷെ എന്നാലും YSR അല്ല, അവൻ ഈ പറഞ്ഞ മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മോഡിയും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ കലാകാലം ജയിലിൽ കിടക്കേണ്ടിയിരുന്നു. നല്ല അഴിമതി കേസുകളുണ്ട്. മുമ്പ് കാലം ജയിലിൽ കിടന്നതാണ്. അച്ഛനെ പോലെ അല്ല മോനാള് ജഗജില്ലിയാണ്. ഏതൊരു നമ്മുടെ ഇവന്റെ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ നല്ലൊരു പടം ഉണ്ടായിരുന്നു, നമ്മൾ അല്ലു അർജുൻ്റെ ഒരു പടത്തിലെ മുഖ്യമന്ത്രിയുടെ മോനാണ് വില്ലേ. അത് ഇവനാണ് ശരി. ആ പടത്തിന്റെ പേര് ഞാൻ മറന്നു. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു BJPക്ക് അടുത്ത അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആഘാതം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അല്ലേ, അതിനെ വിശേഷിപ്പിക്കാം. BJPക്ക് ഒരു BJP ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് വന്നു. മാത്രമല്ല ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ക്യാമ്പയിനിന്റെ ഇടയിൽ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് വളരെ പേഴ്സണൽ അറ്റാക്കിലേക്ക് പോയി. ഇവര് തമ്മിലെ റിലേഷൻഷിപ്പ് വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുണ്ട്, സ്ട്രെയിൻഡ് ആയിട്ടുണ്ട്. ഇനി അത് അത്ര പെട്ടെന്ന് പോയില്ല. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ തന്നെ അവർക്ക് അവരുടെ അതൃപ്തി അറിയിക്കാൻ പാടില്ല. ഇങ്ങനെ ഓപ്പണായിട്ട് വന്നതിന്റെ പിന്നിൽ ഇനിയിപ്പം BJP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി
അല്ല ചിലപ്പോ ഒരു വിലപേശലിന്റെ ഒരു ഭാഗമായി കൂടെ വിലപേശൽ ഒരു സമ്മർദ്ദതന്ത്രം. അല്ല ഇനിയിപ്പോ എന്തോന്ന് വിലപേശാൻ അവർക്ക് ഇപ്പൊ ഇവര് രണ്ടുപേരാണ് ഭരണപക്ഷം, അവിടെ പ്രതിപക്ഷവും. ഇനി അവിടെ വിലപേശലിന്റെ കാര്യമൊന്നും ഇല്ല. അവിടെ കോൺഗ്രസ് ഓൾറെഡി ഔട്ടായി. ചിലപ്പോ ഇനി ചില ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ അത് ചിലപ്പോൾ പ്രോഗ്രാം വെച്ചിട്ട് ചിലപ്പോൾ അപ്പൊ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചില ബില്ലുകൾ ഇപ്പൊ അവരുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ബില്ലുകളാണ്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സഹായമൊക്കെ ചെയ്തെന്ന് വരാം. സോഫ ഇങ്ങനെ ഇപ്പം തുടക്കത്തിൽ നിലപാടെടുത്തതിന്റെ പിന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സ്വാധീനം ചിലപ്പോൾ ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിന് ഇനി അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ പ്രാദേശികശേഷികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യ സഖ്യമാണ് പ്രധാനം. അപ്പൊ അതൊരു ഘടകമല്ല. പിന്നെ അതിന് കൂടെ ഈ പറയുന്നതിനെ RSS അതിലും നിലപാടെടുത്തതും കൂടി നോക്കേണ്ടി വരും. കാരണം നമ്മളത് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നമ്മൾ അവഗണിച്ചിട്ട് ഇല്ലാതാക്കാൻ നോക്കിയ സംഘടനയാണ് RSS. പക്ഷേ അങ്ങനെ അവഗണിക്കുന്നവർക്ക് അവർ വളർന്നു വന്നിട്ടേ ഉള്ളൂ. അവരുടെ ഹാൻഡ് എന്ന് വെച്ചാൽ ഹൈഡ്രാ ഹെഡ്, അത് എവിടെയാണ് ആക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഒരുപാട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ നവീൻ പട്നായിക്കിന്റെ തീരുമാനത്തിന് പിന്നിലും ഒരു പക്ഷേ സംഘത്തിന്റെ ഒരു മനസ്സൊക്കെ ഉണ്ടായിരിക്കുമെന്നായിരിക്കും നമ്മൾ വിലയിരുത്തേണ്ട. സംഘം എപ്പോഴും ഈ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുമ്പോൾ BJP അനുകൂല രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് ഭാജപ ഹെഡിന് മാത്രമല്ല കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി ഗുരുമൂർത്തിനെ BDJS ഉണ്ടാക്കാൻ വേണ്ടി വെള്ളാപ്പള്ളിന്റെ അടുത്ത് വിട്ടതുപോലെ, അതുപോലെ കാശ്മീരിലേക്ക് പിന്നെ രാമാധവനെ വിട്ട പോലെ ഇങ്ങനെയുള്ള ആളുകൾ വിടാറുണ്ട്. ഇവർ ഈ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുകയും ചെയ്യും. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നത് എന്തൊരു തമിഴ് മക്കൾക്ക് തമിഴ് മക്കൾ അങ്ങനെ എന്തോ അത് ഇയാള് ഗുരുമൂർത്തി ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് അതിപ്പോ ഉണ്ട്. ഇപ്പൊ ഒരു അതിപ്പോ ലോക്സഭയിൽ നല്ലൊരു പെർഫോമൻസ് അത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും. അല്ല അങ്ങനെയാണ് അതിന്റെ സംഘത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്.